ചാർജൊക്കെ ഉണ്ട്. ഒന്ന് തിരിച്ചേ മമ്മി, എന്തൊരു കോല. ആഹാ ആ വോയിസ് ഓവർ കൊടുക്കാം അവിടെ. ചലോ ആപ്പിലാണ് ഗൈസ് ബസ് ട്രാക്ക് ചെയ്യുന്നത്. ആപ്പ് വർക്കിംഗ്, അതേ വരുന്ന ബസ്. യൂണിഫോമിൽ കൈ കാണിച്ചാലേ ഈ സമയത്ത് നിർത്തത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞതേ എന്നെക്കാട്ടി മുന്നേ ഓടി അമ്മ. അപ്പോൾ ബസ്സിലൊക്കെ ഒന്ന് കയറി സമാധാനമായിട്ട് പറയാമെന്ന് ഓർത്തെ. അപ്പോൾ നമ്മൾ ഇന്ന് ആറന്മുള വള്ളസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇതെൻ്റെ അമ്മയുടെ ഷെഡ്യൂൾ ഡ്യൂട്ടി എന്ന് പറയാൻ പറ്റത്തില്ല. ബഡ്ജറ്റ് ടൂറിസം ത്തിൻ്റെ ഭാഗമായിട്ട് അമ്മ എല്ലാ ദിവസവും 45 പേരുമായിട്ട് ആറന്മുളയിൽ പോകുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്കൊരാഗ്രഹം എന്നെയും കൂടെ കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ എക്സാം സമയത്ത് അമ്മ ചോദിച്ചപ്പോൾ എനിക്കും കൂടെ ബുക്ക് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ പ്രശ്നം പറ്റിയത് ഇന്നലെയായിരുന്നു എൻ്റെ എക്സാം തീർന്നത്. ഇന്നിപ്പോൾ നമ്മളൊരു 3 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്നും ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അതേ ഹരിപ്പാടെത്തി. അമ്മ എഴുന്നേറ്റ് നിൽക്കുവാണ്. അമ്മയ്ക്ക് നല്ലതായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ എഴുന്നേറ്റാൽ വീഴും. അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് അമ്മയുടെ വീഡിയോ എടുത്തു. ഇതാണ് ഹരികുമാർ. ഫോൺ ഉപയോഗിക്കാതെ ഓരെ കണ്ടിട്ടു. അമ്മ ദേ ഇവിടെ ഇന്ന് പോകേണ്ടവരുടെ ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്യുവാണ്. കാരണം ആരെങ്കിലും വന്നില്ലെങ്കിൽ നമുക്ക് അവരുടെ ഫോൺ നമ്പറൊക്കെ എടുത്ത് വിളിക്കണ്ടേ. അപ്പോൾ സീറ്റ് നമ്പറും ഫോൺ നമ്പറും ഒക്കെ അമ്മ ഇങ്ങനെ നോട്ട് ചെയ്യുമായിരുന്നു. അയ്യോ, ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അമ്മയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ആയി. ഡേ ഇൻ മൈ ലൈഫ് ഓഫ് എ KSRTC കണ്ടക്ടർ. എൻ്റെ അമ്മയുടെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടോ ഗൈസ്? അമ്മയുടെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. പക്ഷെ അമ്മയ്ക്കിപ്പോൾ അങ്ങനെ എഴുതേണ്ടുന്ന ആവശ്യങ്ങളൊന്നും വരുന്നില്ലല്ലോ. അങ്ങനെ എങ്ങനെയായത്. പക്ഷെ ഇപ്പോഴും എൻ്റെയും ശാലുവിനേക്കാളിലും ഭേദം കേട്ടോ. ഇവിടെ ദർശനത്തിന് എത്താറുണ്ട്. ഭാരതത്തിലെ എണ്ണം പറഞ്ഞ 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ 5 ചെന്തമിഴ് സാഹിത്യത്തിലെ വൈഷ്ണവ. പുലിയന്നൂരിൽ നിന്ന് നമ്മൾ നേരെ പോയത് തൃച്ചിറ്റാറ്റ് അമ്പലത്തിലേക്കാണേ.
നമുക്ക് ടോയ്ലറ്റ് വന്നിട്ട് എടുക്കാം. നമുക്ക് ആറന്മുളയിൽ വള്ളസദ്യ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇൻസ്പെക്ടറുടെ കയ്യിൽ നിന്ന് നമ്മളൊരു ടാഗ് മേടിച്ചുകൊണ്ട് പോകണമായിരുന്നു. വൈകിട്ട് കയറുമ്പോൾ ഇതങ്ങ് ഊരി കൊടുക്കണം. പിന്നെ അതുപോലെ നമ്മൾ ഫസ്റ്റ് സ്ലോട്ട് ആണെന്ന് അറിയുന്ന ഇതിലൂടെ കഴിഞ്ഞേ അറിയത്തുള്ളൂ. ഫസ്റ്റ് സ്ലോട്ട് ആണെങ്കിൽ അവിടെ ഭക്ഷണം വിളമ്പി വെച്ചിട്ടായിരിക്കും നമ്മളെ കുറച്ച് കയറ്റുന്നത്. പക്ഷെ നമ്മൾ ഒന്നും എടുത്ത് കഴിക്കരുത്. അഥവാ കഴിക്കാൻ കൊതി തോന്നിയാൽ അവർ കാണാതെ കഴിക്കാവും കേട്ടോ. കാരണം എന്താണെന്നറിയാമോ, അവിടെ വിളക്കൊക്കെ കത്തിച്ചതിന്റെ പള്ളിയോടെ പാട്ടൊക്കെ പാടിയതിനു ശേഷം നമ്മൾ കഴിക്കാവുന്നതാണ്. എന്നാലും എത്രയും ആഹാരത്തിന് ഉപയോഗിച്ച് മനുഷ്യരെടുത്ത് കഴിക്കും, സ്വാഭാവികമാണ്. അങ്ങനെ അത് കാണാതെ കഴിച്ചാൽ അറിയാം. അഥവാ തോന്നിയ ആഗ്രഹം തോന്നിയ മധുവിധു നൽകും മന്ത്രങ്ങൾ പൂരിച്ചും ഇടയുടെ മാധുര്യം പകർന്നും കൊണ്ടവർ ഈണത്തിൽ ഭാവത്തിലിണങ്ങും ഈണത്തിൽ ഭാവത്തിലിണങ്ങും. അവിടുന്ന് നമ്മൾ നേരെ പോയത് തിരുവൻവണ്ടൂർ അമ്പലത്തിലേക്കാണേ. ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് സ്ട്രെസ്ഡ് ആയി കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആറന്മുള അമ്പലം നിൽക്കുന്ന ടൗണാണ് ഈ കാണുന്നത്. ഫുള്ള് വെള്ളമായിരുന്നു. അപ്പോൾ നമ്മളോട് അവിടോട്ട് ചെല്ലണ്ടെന്ന് അവിടുത്തെ ഇൻസ്പെക്ടർമാർ വിളിച്ച് പറയുകയും ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി ഇറങ്ങിയത് മെയിനായിട്ടും ആറന്മുള കണ്ണനെ കാണാനും ആ വള്ളസദ്യ കഴിക്കാനും വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് പോകുമല്ലോ എന്ന് ഓർത്തിട്ട് എല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു.
പക്ഷെ നമ്മുടെ ഭാഗ്യം എന്നേ പറയാൻ പറ്റൂ, ഇത്രയും വെള്ളത്തിനിടയ്ക്കും നമുക്കൊരു ചാൻസ് കിട്ടി. നല്ല രീതിയിൽ വെള്ളം കയറി നമ്മൾക്ക് കുറേ സമയം എടുത്ത് ഇവിടെ എത്താൻ. അപ്പോൾ അതാണ് ആറന്മുള അമ്പലം. അപ്പോൾ ഇതാണ് അമ്പലം. നമ്മൾ പെട്ടെന്ന് തൊഴുതിട്ട് ഇറങ്ങണം, കാരണം ഒത്തിരി നേരം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ നിന്നാൽ നമ്മളിവിടെ സ്റ്റക്കാകുമെന്നാണ് പറയുന്നത്. നമുക്ക് വീട്ടിൽ പോകണ്ടേ? ഹരിപ്പാടല്ലേ? അല്ല, ഒരാളൂടെ വരാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേരളം മൊത്തം പ്രശസ്തി നേടിയ ആറന്മുള വള്ളസദ്യ കേട്ടോ. ഒത്തിരി കറികളുണ്ടായിരുന്നു. ഞാൻ കേട്ട് വന്നതായിരുന്നു, പക്ഷെ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പോൾ എൻ്റെ അമ്മ ഉൾപ്പെടുന്ന കുറേ KSRTC സ്റ്റാഫുമാരുണ്ടായിരുന്നല്ലോ, BTC ആയിട്ട് വന്നവർ. അപ്പോൾ അവരെ കൊണ്ട് വിളക്ക് കത്തിക്കുകയും അതുപോലെ തന്നെ ഭഗവാന്റെ മുന്നിൽ കറിയൊക്കെ വിളമ്പി വെക്കുകയും ചെയ്യിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ കൂടെ ഞാനും കൂടെ കയറിയതാണ് അമ്മ ചെയ്യുമ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. വിലസുന്നൊരു
ആദ്യം നമുക്ക് ചോറും പരിപ്പും പപ്പടവും ആയിരുന്നു. അത് കഴിഞ്ഞ് സാമ്പാർ വന്നു. ശരിക്കും പറഞ്ഞാൽ 4 കൂട്ടം പായസം ഉണ്ടായിരുന്നു നമുക്ക്. ആദ്യം വന്നത് അടപ്പായസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പാൽപ്പായസം വന്നു, പഴം പായസം വന്നു, കടലപ്പായസം വന്നു. ശരിക്കും നമ്മൾ ഇത്രയും ദൂരം വന്നത് ഈ പായസത്തിൽ തന്നെ നമുക്ക് മുതലാക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് കുറച്ച് അച്ചാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാൻ കിട്ടുമെന്ന് ഓർത്തില്ല, പക്ഷെ അവർ ആ അച്ചാർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോദിക്കാതെ തന്നെ പല കറികളും തീരുന്നതനുസരിച്ച് അവർ വിളമ്പി വെക്കുന്നുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഇതായിരുന്നു ആ ഒരു സ്ഥലത്തിൻ്റെ അവസ്ഥ. ഒരാളുടെ മുട്ടറ്റം വരെയും വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടായി, അതായത് ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് എന്തായാലും വള്ളസദ്യ കാണത്തില്ല എന്നുള്ളത്. നമുക്കും ശരിക്കും പറഞ്ഞാൽ കിട്ടേണ്ടതല്ലായിരുന്നു. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് കിട്ടിയത്. ഇവരൊക്കെയല്ലേ ചായ ഉണ്ടെന്നമ്മേ ഇവിടെ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. മഴയായതുകൊണ്ട് ഇവിടേക്കും വരണ്ടാന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് നമ്മൾ ഗുഹാക്ഷേത്രത്തിൽ വന്നതാണ് കേട്ടോ. ആ വഴിക്ക് ഞാനിങ്ങനെ കുറച്ച് നെല്ലിക്കയൊക്കെ കണ്ടിട്ട് നെല്ലിക്കയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നെല്ലിക്ക ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി ഗൈസ്. ലാസ്റ്റ് പോയത്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് തീർന്നു കേട്ടോ. ബസ് ഓരോ ഡിപ്പോയിലെ BTC ആണ്. അത് നമ്മുടെ ബസ്. ഇത് എവിടുത്തെ അമ്മേ? പൊൻകുന്നം. അത് കൊല്ലം. ഇനി ഒരിടത്തൂടെ ഉണ്ടായിരുന്നു. പൊൻകുന്നം ഉണ്ടായിരുന്നു, കൊട്ടാരക്കര, കൊല്ലം, ഹരിപ്പാട്, പേരൂർക്കട എല്ലാവരും പോയി. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് പോകും. അവരുടെ വീടൊക്കെ ഇവിടെ അടുത്തൊക്കെയാണ്. അപ്പോൾ ബാക്കിയുള്ളവർ ഹരിപ്പാട് ഇറങ്ങും. ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ പോകും. അല്ലേ മമ്മി? ആ എല്ലാവരോടും കവല വഴിയാന്നുണ്ടപ്പോ ഞാൻ ഇറങ്ങുന്നില്ല. അപ്പൊ ഹരിപ്പാട് വിടാം. അവിടെ രക്ഷ മരുന്നാന്ന് സ്ഥലപ്പെടുക. സാരിയെ കുറിച്ചോ? സാരി ഉള്ള അടുത്ത് എത്ര ഇടുന്നു? നമ്മളെല്ലാവരും പറയില്ലേ? ശരി ടാറ്റ. ടാറ്റ. ശരി ടാറ്റ. 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 ശരി സാറേ. എല്ലാരും ഇറങ്ങി. അങ്ങനെയൊക്കെ എല്ലാവരും ഇറങ്ങി. അങ്ങനെ എല്ലാവരെയും നമ്മൾ ഹരിപ്പാട് ഇറക്കി. ഞാനും അമ്മ എൻ്റെ വീട്ടിൽ പോകാൻ പോവാണ്. അപ്പം ടാറ്റാ.